ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ആശാ വിനീഷ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ HSA സോഷ്യൽ സയൻസ് എക്സാമുമായി ബന്ധപ്പെട്ട് കൺഫർമേഷൻ കൊടുത്തവരുടെ ഒരു എണ്ണം നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, HSA സോഷ്യൽ സയൻസ് എക്സാമിന് അപ്ലൈ ചെയ്യാൻ കൊടുത്തിട്ട് കൺഫർമേഷൻ കൊടുക്കാൻ കുറേ അധികം പേര് മറന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രയാസപ്പെടുകയൊന്നും വേണ്ട. എക്സാം കൊടുത്തവർ ഇനി എന്താ ചെയ്യേണ്ടത്? ആ ഒരു എക്സാമിന് നന്നായി പ്രിപ്പയർ ചെയ്യുക. തിരുവനന്തപുരം ജില്ലയിൽ 1644 പേരാണ് എക്സാമിന് വേണ്ടി കൺഫർമേഷൻ കൊടുത്തിരിക്കുന്നത്. കൊല്ലത്ത് അത് 1198 പേരും, പത്തനംതിട്ടയിൽ 282 പേര്, ആലപ്പുഴയിൽ 937 പേര്, ഇടുക്കിയിൽ 335 പേര്, കോട്ടയത്ത് 685, എറണാകുളം 1115, തൃശ്ശൂർ 1521, പാലക്കാട് 2644, മലപ്പുറം 4368, കോഴിക്കോട് 2036, കണ്ണൂർ 1463, വയനാട് 465, കാസർഗോഡ് 1301. അപ്പോൾ നമ്മൾ പല വീഡിയോസും ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ നിയമനങ്ങളെ പറ്റിയും ഒക്കെ ചെയ്തിട്ടുണ്ട് നേരത്തെയുള്ള വീഡിയോസ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, 50% ആൾക്കാർ ഇപ്പോഴും ഈ എക്സാമിന് ശരിയായ രീതിയിൽ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ടാവുന്നവരായിരിക്കില്ല. ബാക്കിയുള്ളവരൊന്ന് തുടങ്ങി വെച്ചിട്ടുണ്ട്, ചിലവരുടെ വളരെ ഇതിനു വേണ്ടി തന്നെ ഇരിക്കുന്നവരും ഉണ്ടാകും. അപ്പോൾ എന്താണ് ഇനി ഈ പറയുന്ന എല്ലാവർക്കും ഇനിയും സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുക. അതായത് നമ്മുടെ മുന്നിലുള്ള ദിവസങ്ങളെ എന്തായാലും അപ്ലൈ ചെയ്തു. ഇവിടെ കുറച്ച് പേര് പരീക്ഷ ഡീറ്റെയിൽഡായി പഠിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളുടെ സാധ്യത എന്താണ്? നിങ്ങൾക്ക് ഒരു വേക്കൻസിക്ക് വേണ്ടിയാണ് നിങ്ങൾ ഓരോരുത്തരും മത്സരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എത്ര പേര് അപേക്ഷിച്ചു എന്നുള്ളതൊന്നും നോക്കണ്ട. സാധാരണ ഒരു PSC പരീക്ഷയ്ക്ക്, ഒരു LDക്കൊക്കെ അപേക്ഷിക്കുന്നവരെ വെച്ച് നോക്കുമ്പം എന്തോരം കുറവാണ് ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ജില്ലയിൽ അപേക്ഷിച്ചേക്കുന്നത്, അല്ലേ? ഇനിയും LP UP പോലും നോക്കിക്കഴിഞ്ഞാൽ അതിൽ എന്തോ ഉദ്യോഗാർത്ഥികൾ കുറവാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷം വിളിക്കുന്ന ഈ എക്സാമിൽ നിങ്ങളുടെ മുന്നിലുള്ള സാധ്യത നിങ്ങൾ തുറന്ന് കാണുക. കണ്ണ് തുറന്ന് തന്നെ കാണണം. കാരണം അപ്ലൈ ചെയ്തു, ഞാൻ കൺഫർമേഷനും കൊടുത്തു, എന്നാൽ ഇനി പോയി എഴുതി നോക്കാം, കിട്ടിയാൽ കിട്ടി, പോയാൽ പോയാൽ എന്നുള്ളതല്ല. ദിവസേന നിങ്ങൾ മാറ്റിവെക്കാൻ മിനിമം ഒരു 4 മണിക്കൂർ തയ്യാറാണോ? ഇനിയും നിങ്ങൾക്ക് അവസരമുണ്ട്. ജോലി ചെയ്യുന്നവരാണ്, വീട്ടിലെ പ്രശ്നങ്ങളുണ്ട്, അയ്യോ സമയമില്ല, ഇതൊന്നും ഒരു എക്സ്ക്യൂസ് അല്ല. ഇതിനോടൊപ്പം തന്നെ ഈ ഒരു പ്രശ്നങ്ങളിലൊക്കെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളോട് നീതി പുലർത്താൻ സാധിച്ചാൽ ശരിക്കും നിങ്ങൾ ഈ എക്സാം എഴുതിയെടുക്കും. എങ്ങനെയാണെന്നല്ലേ? നിങ്ങളുടെ കയ്യിൽ ഒരു അടിപൊളി സിസ്റ്റമാറ്റിക്കായിട്ട് പ്ലാൻ വേണം. ആ പ്ലാനിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, ഇനി മുഴുവൻ സിലബസും കവർ ചെയ്യാനോ ഒന്നും സമയമുണ്ടാവില്ല. അതിന് പകരം വെയിറ്റേജ് മനസ്സിലാക്കി ഓരോ മോഡ്യൂളിൻ്റെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കിൻ്റെ പ്രസക്തി മനസ്സിലാക്കി അത് കവർ ചെയ്യുക എന്നുള്ളതാവണം നിങ്ങളുടെ ഉദ്യമം. അതെങ്ങനെ കവർ ചെയ്യാം? ഏറ്റവും പ്രധാനം എന്താണ്? ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ പോർഷൻസ് കവർ ചെയ്യണം, അല്ലേ? അപ്പോൾ അതിനെന്താ പഠിക്കേണ്ടത്? അർജൻറ്റായിട്ടും നിങ്ങൾ നോക്കേണ്ടത് PYQs ഒന്ന് നോക്കുക. നേരത്തെ നടന്ന പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാനൊരു റെഫറൻസിന് കുറച്ച് PYQs തരാം. 343/2022, 382/2020, 020/2022, 125/2016. ഇതെല്ലാം PYQs ആണ്. എന്തിനെ ബേസ് ചെയ്ത PYQs ആണ്? നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഇത് എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്? നമ്മളുടെ HSA സോഷ്യൽ സയൻസിനെ ബേസ് ചെയ്തിട്ടുള്ള PYQs ആണ്. അപ്പോൾ ഈ PYQs നോക്കുന്നതിലൂടെ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടും. പോർഷൻ ഏത് ലെവലിലാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കുന്നത്, എനിക്ക് പഠിച്ചെടുക്കാൻ പറ്റുമോ? അതിനോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ പരീക്ഷകളിലെ എല്ലാം HSA ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ സോഷ്യൽ സയൻസ് മാത്രമായിട്ട്, അതായത് GK പാർട്ട് മാത്രമായിട്ട് എല്ലാത്തിനും ചോദിച്ചിട്ടുണ്ടല്ലോ, ആ ക്വസ്റ്റ്യൻസും കൂടെ നിങ്ങൾ കളക്ട് ചെയ്യുക. മാത്സ് കഴിഞ്ഞു, മലയാളം കഴിഞ്ഞു, ഈയിടെ ഫിസിക്കൽ സയൻസും ഒക്കെ നാച്ചുറൽ സയൻസും ഒക്കെ പരീക്ഷ കഴിഞ്ഞു. അപ്പോഴുള്ള GK പോർഷൻസിൻ്റെ ക്വസ്റ്റ്യൻസും കൂടെ ഒന്ന് മനസ്സിലാക്കുക. തീർച്ചയായിട്ടും ഇത്രയും മാത്രം മതി നിങ്ങളുടെ റെഫറൻസ് പോയിന്റ്. ദെൻ പഠിച്ചു തുടങ്ങുക. എവിടെ നിന്നും ഏറ്റവും നല്ല ക്ലാസ്സുകൾ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ കിട്ടുമോ അത് തന്നെ യൂസ് ചെയ്യുക. അതിൻ്റെ കൂടുതൽ മോഡൽ എക്സാം ചെയ്യുക. ആ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കുക. പഠനം പഠനം പഠനം.
4 മണിക്കൂർ സ്പെൻഡ് ചെയ്ത് കഴിയാൻ നിങ്ങൾക്കിപ്പോഴും സാധ്യതയുണ്ട്. വെറുതെ വായിച്ചു നോക്കുക മാത്രമല്ല, പഠിക്കാൻ വേണ്ടി വേണം എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അത് നന്നായി യൂസ് ചെയ്യുക. ഈ ഒരു അവസരം ഇനി ജീവിതത്തിൽ കിട്ടാൻ പോകുന്നില്ല. ഏറ്റവും നന്നായി നിങ്ങൾക്കേ അറിയത്തുള്ളൂ നിങ്ങളുടെ ജോലി സാധ്യതകൾ. നിങ്ങൾ എത്ര നാൾ കൊണ്ടൊരു ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുകയാണ്. അങ്ങും ഇങ്ങും എത്താതെ പോകുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ ഇത് ആഗ്രഹമുണ്ട് വേണമെന്ന്. ഏജ് ഓവർ ആവുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം അവരൊക്കെ പഠിച്ചു തുടങ്ങുക മക്കളെ, നന്നായി പഠിച്ചു തുടങ്ങുക. പഠിക്കാൻ റിയലായി ആഗ്രഹമുള്ള ആർക്കും CCയോടൊപ്പം തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. സിസ്റ്റമാറ്റിക്കായിട്ട് ടൈം ടേബിളൊക്കെ വെച്ച് നമ്മൾ സ്റ്റഡി ടേബിളൊക്കെ പ്രിപ്പയർ ചെയ്ത് അതിന് വെയിറ്റേജ് മാർക്കുകളൊക്കെ സെറ്റ് ചെയ്ത് തന്നെ ഒരു ടൈം ടേബിളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്കും CCയോടൊപ്പം തന്നെ ആകാം. അപ്പം ഞങ്ങളെല്ലാവരും ഉണ്ടാവും CCയുടെ ക്ലാസ്സുകളിൽ. മറക്കണ്ട, HSA സോഷ്യൽ സയൻസ് ഇവിടെ ചേരൂ. റിസൾട്ട് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ സാധിക്കും. അപ്പം ഇനിയുള്ള ദിവസം അടിപൊളിയായിട്ട് പഠിക്കട്ടെ. താങ്ക് യു സോ മച്ച്.